എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഹിന്ദി ടെക്സ്റ്റ് ബുക്കിലെ ഘർ പേഡ് ഓർ താരെ കി യാദ് എന്നുള്ള പാഠഭാഗമാണ് പഠിക്കുന്നത്. ഘർ എന്ന് പറഞ്ഞാൽ വീട്, പേഡ് എന്ന് പറഞ്ഞാൽ മരം, താരെ എന്ന് പറഞ്ഞാൽ നക്ഷത്രം, യാദ് ഓർമ്മ. അപ്പോൾ ഘർ പേഡ് ഓർ താരെ കി യാദ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെയും മരത്തിൻ്റെയും നക്ഷത്രത്തിൻ്റെയും ഓർമ്മ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് മംഗ്ലേഷ് ഡബ്രാൽ എന്നുള്ള ആളാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു കഥയിലേക്ക് കിടക്കാം. उत्तरी ध्रुव के पड़ोस में जो देश है उनमें फिनलैंड भी है. ഉത്തരി ധ്രുവയ്ക്ക് ഉത്തര ധ്രുവത്തിലെ പഡോസ്മെ അയൽവക്കത്തായിട്ട് ജോ ദേശ് ഹെ അവിടെ ഒരു ദേശമുണ്ടായിരുന്നു. ഉന്മേ അതിൽ ഫിൻലാൻഡ് ബി ഹെ ഫിൻലാൻഡും ഉണ്ടായിരുന്നു. ഉസ്കി സീമായേം റൂസ് സെ മിൽത്തി ഹെ അതിൻ്റെ അതിർത്തി റഷ്യയുമായി പങ്കിട്ടിരുന്നു. സീമായേം എന്ന് പറഞ്ഞാൽ അതിർത്തി, റൂസ് എന്ന് പറഞ്ഞാൽ റഷ്യ. ഇവിടെ മിൽത്തി ഹെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് പങ്കിട്ടിരുന്നു എന്നാണ് അർത്ഥം വെക്കുന്നത്. അപ്പോൾ ഉസ്കി സീമായേം അതിൻ്റെ അതിർത്തി റൂസ് സെ മിൽത്തി ഹെ റഷ്യയുമായിട്ട് പങ്കിട്ടിരുന്നു. കരീബ് 200 സാൽ പെഹലെ ഫിൻലാൻഡ് കോ യുദ്ധ മേ ബഹുത് നുക്സാൻ ഹുവ. ഏകദേശം 200 വർഷം മുമ്പ് ഫിൻലാൻഡിലുണ്ടായ ഒരു യുദ്ധത്തിൽ അവർക്ക് കുറേ നഷ്ടങ്ങൾ സംഭവിച്ചു. കരീബ് എന്ന് പറഞ്ഞാൽ ഏകദേശം, 200 സാൽ 200 വർഷം, പെഹലെ മുമ്പ്, ഫിൻലാൻഡിൽ യുദ്ധത്തിൽ ബഹുത് കുറേ, നുക്സാൻ ഹുവ നഷ്ടം സംഭവിച്ചു. നുക്സാൻ എന്ന് പറഞ്ഞാൽ നഷ്ടം. ഷെഹ്റോങ്കോ ജലാ ദിയാ ഗയ അങ്ങനെ അവിടെയുള്ള പട്ടണങ്ങളെയെല്ലാം കത്തിച്ചു കളഞ്ഞു. ഷെഹ്റോം പട്ടണങ്ങൾ, ജല ദിയാ ഗയ എന്ന് പറഞ്ഞാൽ കത്തിച്ചു കളഞ്ഞു. ഷെഹ്റോങ്കോ പട്ടണങ്ങളെയെല്ലാം ജലാ ദിയാ ഗയ കത്തിച്ചു കളഞ്ഞു. ഫസിലേം നഷ്ട ഹോ ഗയി വിളകളെല്ലാം നഷ്ടപ്പെട്ടു. ഫസിലേം എന്ന് പറഞ്ഞാൽ എന്താണ്? വിളകൾ. അപ്പോൾ വിളകളെല്ലാം നഷ്ടപ്പെട്ടു. ഹസാറോം ലോഗ് മാരേ ഗയെ ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചുപോയി. ഹസാറോം ആയിരക്കണക്കിന് ലോക് ജനങ്ങൾ, മാരേ ഗയെ മരിച്ചുപോയി. ഹസാറേം മൗത്തോം കെ ബാദ് ആയിരക്കണക്കിന് മരണങ്ങൾക്കു ശേഷം, കൈ പലതരത്തിലുള്ള ഭീമാരിയാം ഫൈൽ ഗയി രോഗങ്ങൾ പടർന്നു പിടിച്ചു. ഭീമാരിയാം എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ, ഫൈൽന എന്ന് പറഞ്ഞാൽ പടരുക എന്നാണ് അർത്ഥം. അപ്പോൾ ഭീമാരിയാം ഫൈൽ ഗയി എന്ന് പറഞ്ഞാൽ രോഗങ്ങൾ പടർന്നു പിടിച്ചു. ഹസാറോം ലോഗ് ആയിരക്കണക്കിന് ജനങ്ങൾ, അപ്പിനെ ഘറോം കോ ചോടുക്കർ അവരവരുടെ വീടിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട്, ജാനെ കെ ലിയെ മജ്ബൂർ ഹോ ഗയി പോകാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായി. ചോടുക്കർ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട്, മജ്ബൂർ നിർബന്ധിതരായി. അപ്പോൾ ഹസാറോം ലോഗ് ആയിരക്കണക്കിന് ജനങ്ങൾ, അപ്പിനെ ഘറോം കോ അവരവരുടെ വീടിനെ, അപ്പിനെ എന്ന് പറഞ്ഞാൽ അവരവരുടെ, ചോടുക്കർ ഉപേക്ഷിച്ചിട്ട്, ജാനെ കെ ലിയെ പോകാൻ വേണ്ടിയിട്ട്, മജ്ബൂർ ഹോ ഗയി നിർബന്ധിതരായി. കുച്ച് ലോഗോं को ദുഷ്മനോं की സേന പക്കടുക്കർ ലേ ഗയി കുറച്ച് ജനങ്ങളെ ശത്രു സൈന്യത്തിലുള്ളവർ പിടിച്ചു കൊണ്ടുപോയി. കുച്ച് ലോഗോं को കുറച്ച് ജനങ്ങളെ, കുച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച്, ദുഷ്മനോं की സേന ശത്രു സൈന്യം, ദുഷ്മനോं की സേന എന്ന് പറഞ്ഞാൽ ശത്രു സൈന്യം, പക്കടുക്കർ പിടിച്ചിട്ട്, ലേ ഗയി കൊണ്ടുപോയി. ബഹുത് സെ പരിവാരോ മേ കുറേ കുടുംബങ്ങളിൽ, മാതാപിതാ और बच्चे भी अलग अलग हो गए ഉമ്മയും ഉപ്പയും അതുപോലെ കുട്ടികളെല്ലാം വ്യത്യസ്തരായി, അതായത് അവരെല്ലാം പല സ്ഥലത്തും ചിന്നിച്ചിതറിപ്പോയി എന്നാണ് പറയുന്നത്. ബഹുത് സേ പരിവാരോ മേ കുറേ കുടുംബങ്ങളിൽ, പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബം, മാതാപിതാ ഉമ്മയും ഉപ്പയും, और बच्चे കുട്ടികളും, ഭി അലഗ് അലഗ് ഹോ ഗയി അവരെല്ലാം വ്യത്യസ്തരായി. അലഗ് അലഗ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തരാകുക. ജബ് കുച്ച് ദിൻ ബാദ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, കുച്ച് ഭാഗ്യ ഹുയെ ലോഗ് വാപ്പസ് ആയേ തോ ഉനെ ജലെ ഹുയെ ഘരോം ഓർ ഫസലോം കെ അലാവ കുച്ച് ഭി നഹി. കുറച്ച് ഓടിപ്പോയ ആളുകൾ തിരിച്ചു വന്നപ്പോൾ അവർക്ക് അവിടെ കത്തിക്കരിഞ്ഞ വീടും അതുപോലെ അവിടെ കത്തിക്കരിഞ്ഞ വിളകളുമല്ലാതെ ഒന്നും അവർക്കവിടെ ലഭിച്ചില്ല. അപ്പോൾ ഒന്നും കൂടി പറയാം. കുച്ച് ഭാഗ്യ ഹുയെ ലോഗ് കുറച്ച് ഓടിപ്പോയ ജനങ്ങൾ, ഭാഗ്യ ഹുയെ ലോഗ് എന്ന് പറഞ്ഞാൽ ഓടിപ്പോയ ജനങ്ങൾ. വാപ്പസ് ആയി തോ തിരിച്ചു വന്നപ്പോൾ, വാപ്പസ് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, ഉനെ അവർക്ക്, ജലേ ഹുയെ ഘരോം കത്തിക്കരിഞ്ഞ വീടുകളും, ഓർ ഫസലും അതുപോലെ കത്തിക്കരിഞ്ഞ വിളകളും, കെ അലാവ അതൊന്നും കൂടാതെ,
അലാവ എന്ന് പറഞ്ഞാൽ കൂടാതെ എന്നാണ് അർത്ഥം. കുച്ച് ബി നഹി മില, മറ്റൊന്നും അവിടെ അവർക്ക് ലഭിച്ചില്ല. ഉനോനെ അവർ ബഹുത് മെഹനത് കർക്കെ, വളരെയധികം അധ്വാനിച്ചിട്ട് ഫിർസെ അപ്പിനെ ഘറോങ്കോ ബനായ, വീണ്ടും അവരവരുടെ വീടുകളെ ഉണ്ടാക്കി. മെഹനത് എന്ന് പറഞ്ഞാൽ എന്താണ്? അധ്വാനം എന്നാണ് അർത്ഥം. ഫസലെ മുഗായി, അങ്ങനെ വിളകളെല്ലാം മുളപ്പിച്ചു. ഉഗായി മുളപ്പിച്ചു. ഓർ ലോഗോ കെ ലൗട്ട്നെ കാ ഇന്തിസാർ കർനെ ലഗെ, അങ്ങനെ അവർ ഇനിയും ഇവിടെ നിന്ന് പോയ ആൾക്കാരെല്ലാം തിരിച്ചു വരുന്നതിൻ്റെ കാത്തിരിപ്പുമായിട്ട് അവരങ്ങനെ അവിടെ ഇരുന്നു എന്നാണ് പറയുന്നത്. ഓർ ലോഗോ കെ ലൗട്ടിനെ, ജനങ്ങൾ മടങ്ങി വരുന്നത്. ലൗട്ടിന എന്ന് പറഞ്ഞാൽ മടങ്ങി വരിക. കാ ഇന്തിസാർ, അതിൻ്റെ കാത്തിരിപ്പുമായിട്ട് കർണയിലേക്ക് അവിടെ ഇരിക്കാൻ തുടങ്ങി. യഹ് കഹാനി ഉസി ദൗർ കി ഹേ, ഈ ഒരു കഹാനി, ഈ ഒരു കഥ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ്. കഹാനി എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ. ദൗർ എന്ന് പറഞ്ഞാൽ കാലഘട്ടം. അപ്പോൾ ഈ ഒരു കഥ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു കഥ എന്ന് നോക്കാം. യുദ്ധക്കെ ദൗറാൻ, യുദ്ധത്തിൻ്റെ ആ ഒരു സമയത്ത് ഏക് ബായി, ഒരു സഹോദരനും ഓർ ഉസ്കി ബഹൻ, അതുപോലെ അവൻ്റെ സഹോദരിയും. ബഹൻ എന്ന് പറഞ്ഞാൽ സഹോദരി, ബായി എന്ന് പറഞ്ഞാൽ സഹോദരൻ. ഗർസെ, വീട്ടിൽ നിന്നും ബിച്ചുടുകയെ, വേർപിരിഞ്ഞു പോയി. ബിച്ചുടന എന്ന് പറഞ്ഞാൽ വേർപിരിയുക. അങ്ങനെ അവർ രണ്ടുപേരും അവരുടെ വീട്ടിൽ നിന്നും വേർപിരിഞ്ഞു പോയി. ബായി 8 സാൽ ഖാ, സഹോദരൻ 8 വയസ്സായിരുന്നു. സഹോദരൻ എത്ര വയസ്സായിരുന്നു? 8 വയസ്സായിരുന്നു. ഓർ ബഹൻ, സഹോദരിയോ 6 സാൽ കി, 6 വയസ്സുകാരിയും. വേ ഏക് ദൂർ ദേശ്, അവർ ഒരു ദൂരത്തുള്ള ദേശത്തിലേക്ക് ദേശമേ പഹുഞ്ച, അങ്ങനെ അവരൊരു ദൂരെയുള്ള ഒരു ദേശത്തിൽ എത്തിച്ചേർന്നു. പഹുഞ്ച എന്ന് പറഞ്ഞാൽ എത്തിച്ചേരുക. വഹ ഉനെ ഘർ കി ബഹുത് യാദ് ആത്തി ഥി, അവിടെ നിന്ന് അവർക്ക് വീടിൻ്റെ പല ഓർമ്മകളും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അവർ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ അവർക്ക് ഇങ്ങനെ അവരുടെ വീടിൻ്റെ കുറിച്ചെല്ലാം ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വഹാം, അവിടെ നിന്ന് ഉനേം, അവർക്ക് ഘർക്കി ബഹുത് യാദ്, വീട്ടിലുണ്ടായിരുന്ന കുറേ ഓർമ്മകളെല്ലാം ആത്തീതി വരുന്നുണ്ടായിരുന്നു. വേ ഇത്തിന്നെ ചോട്ടീതി, അവർ ഇത്രയും അധികം ചെറിയ കുട്ടികളായിരുന്നു. കി, എത്ര എന്നാൽ ഉനെ വാപ്പസ് ലൗട്ട്നെ കാ രാസ്ത പത്താ നഹീത, അവർക്ക് തിരിച്ചു വരാനുള്ള വഴി അറിയില്ലായിരുന്നു. അപ്പോൾ രാസ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? വഴി. പത്താ നഹി, അറിയില്ലായിരുന്നു. ഉൻകെ പാസ് പഡോസ് കെ ലോഗ് ബഹുത് ഭലേ ഥേ, അവരുടെ അടുത്തുണ്ടായിരുന്ന അയൽവക്കക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം വളരെ നല്ലവരായിരുന്നു. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, പഡോസ് എന്ന് പറഞ്ഞാൽ അയൽവക്കക്കാർ. അപ്പോൾ അവരുടെ അടുത്തുണ്ടായിരുന്ന അയൽപക്കക്കാരായിട്ടുള്ള ആളുകളെല്ലാം വളരെ നല്ലവരായിരുന്നു. ഭലേദേ എന്ന് പറഞ്ഞാൽ നല്ലവരായിരുന്നു. വേ ഉൻകി ദേഖ്ഭാൽ കർണയിലേക്ക്, അവർ എന്ത് ചെയ്തു? ഇവരെ പരിപാലിച്ചു. ദേഖ്ഭാൽ എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക. വേ, അവർ ഉൻകി, ഇവരുടെ ദേഖ്ഭാൽ കർണയിലേക്ക്, പരിപാലിക്കാൻ തുടങ്ങി. കുച്ച് സാൽ ബീത്തെ, അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു. ബീത്തെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഓർ ബച്ചേ ബഡേ ഹോത്തെ ഗയേ, അങ്ങനെ കുട്ടികളെല്ലാം വലുതായി. ബഡേ എന്ന് പറഞ്ഞാൽ വലുതാവുക. ലേക്കിൻ, പക്ഷേ വേ അപ്പിനെ മാതാപിതാ ഓർ ദേശ് കോ നഹി ഭൂൽ പായേ, പക്ഷെ അവർക്ക് അവരുടെ ഉമ്മയെയും ഉപ്പയെയും അതുപോലെ അവരുടെ ദേശത്തിനെയും മറക്കാൻ സാധിച്ചില്ല. ലേക്കിൻ, പക്ഷേ വേ, അവർ അപ്പിനെ മാതാപിതാ, അവരുടെ ഉമ്മയെയും ഉപ്പയെയും ഓർ ദേശ്, അതേപോലെ അവരുടെ ദേശത്തെയും നഹി ഭൂൽ പായേ, മറന്നില്ല. ഭൂൽന എന്ന് പറഞ്ഞാൽ എന്താണ്? മറക്കുക. ഉനെ ആംഗൻ മേ ഗഡേ സനോബർ കെ പേട് കി ഭി യാദ് ആത്തി ഥി, അവർക്ക് മുറ്റത്തുണ്ടായിരുന്ന ആ ഒരു സനോബർ മരത്തിൻ്റെ ഓർമ്മയും വന്നിരുന്നു. സനോബർ കെ പേട് എന്ന് പറഞ്ഞാൽ പൈൻ മരമാണ്. ഉനെ, അവർക്ക് ആംഗൻ മേ ഗഡേ, മുറ്റത്തുണ്ടായിരുന്ന, ആംഗൻ എന്ന് പറഞ്ഞാൽ മുറ്റം, ഘടേ എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന, അപ്പോൾ മുറ്റത്ത് നിൽക്കുന്ന സനോബർ കെ പേട്, പൈൻ മരത്തിൻ്റെ കി ഭി യാദ്, അതിൻ്റെയും ഓർമ്മ ആതിഥി വന്നിരുന്നു. ജിസ് പർ, അതിന്മേൽ ഹർ സുബഹ്, എല്ലാ രാവിലെയും ദോ പക്ഷി, 2 പക്ഷികൾ ബൈഠ്കർ വന്നിരുന്നിട്ട് ഖാത്തേ ഥേ, പാടിയിരുന്നു. ഖാത്തേ ഥേ എന്ന് പറഞ്ഞാൽ പാടിയിരുന്നു, പാട്ട് പാടിയിരുന്നു. ഓർ രാത്മേ, അതുപോലെ രാത്രിയിൽ, ഉസ്കി ശാഖാവും കെ ബീച്ച്, അതിൻ്റെ ചില്ലകൾക്കിടയിലൂടെ, ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിലൂടെ,
ഏക് ചംകീല താര ദിക്കായി ദേഥാ ഒരു തിളങ്ങുന്ന നക്ഷത്രം കാണാറുണ്ടായിരുന്നു. ദിക്കായി ദേഥാ കാണാറുണ്ടായിരുന്നു. ചംകീല എന്ന് പറഞ്ഞാൽ തിളങ്ങുക. ഏക് ദിൻ ഒരു ദിവസം ഖബർ ആയി ഒരു വാർത്ത വന്നു. ഖബർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാർത്ത. കി എന്തെന്നാൽ അപ്പോൾ ഫിൻലാൻഡ് മേ ശാന്തി ഹെ ഇപ്പോൾ ഫിൻലാൻഡിൽ വളരെ ശാന്തമാണ്, വളരെ ശാന്തി ലഭിച്ചിട്ടുണ്ട്. ശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ശാന്തി തന്നെ, സമാധാനം എന്നൊക്കെയാണ് അർത്ഥം. ഓർ ഘറോ സേ ബിച്ചുടെ ലോഗ് ലൗഡ് സക്തെ ഹെ അതുപോലെ വീട്ടിൽ നിന്നും വേർപിരിഞ്ഞ ആൾക്കാർക്കെല്ലാം തിരിച്ചു വരാവുന്നതാണ്. ഓർ ഘരോ സേ ബിച്ചുടെ വീട്ടിൽ നിന്നും പിരിഞ്ഞവരായിട്ടുള്ള ലോഗ് ജനങ്ങൾക്ക് ലൗഡ് സക്തെ ഹെ മടങ്ങി വരാവുന്നതാണ്. ബായി ബഹൻ കോ ലഗാക്കി അങ്ങനെ സഹോദരൻക്കും തോന്നി. എന്താ തോന്നിയത്? കി എന്തെന്നാൽ ഉനെ ഭി അവർക്കും ഘർ ലൗട്ട്ന ചാഹിയെ അവർക്കും അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട്. ഉനോനെ അവർ അപ്നി ദേഖ്ഭാൽ കർനെ വാലെ അഭിഭാവകോं से इसकी അനുമതി മാങ്കി അവരെ നോക്കുന്ന രക്ഷകരോട് ഇതിനുള്ള അങ്ങനെ ഇവർക്ക് പോകണം എന്നുള്ളതിനുള്ള അനുമതി ആവശ്യപ്പെട്ടു. ഉനോനെ അവർ അപ്നി ദേഖ്ഭാൽ കർനെ വാലെ തങ്ങളെ പരിപാലിക്കുന്ന അഭിഭാവകോം എന്ന് പറഞ്ഞാൽ രക്ഷകരായിട്ടുള്ളവർ, സേ ഇസ്കി അനുമതി മാങ്ങി അവരിൽ നിന്നും ഇതിനുള്ള അനുമതി അതായത് അനുവാദം മേടിച്ചു. മാങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്? മേടിച്ചു അല്ലെങ്കിൽ വാങ്ങി. അഭിഭാവകോനെ ഹൻസത്തെ ഹുയെ കഹ അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് പറയുകയാണ്, പത്താഹെ നിങ്ങൾക്കറിയാമോ, തുമാരാ ദേശ് യഹാ സേ കിത്നി ദൂർ ഹേ നിങ്ങളുടെ ദേശം ഇവിടെ നിന്ന് എത്രത്തോളം ദൂരത്താണെന്ന്. തുമാരാ ദേശ് നിങ്ങളുടെ ദേശം, യഹാ സേ ഇവിടെ നിന്ന്, കിത്നി ദൂർ ഹേ എത്രത്തോളം ദൂരത്താണെന്ന്. കൈസേ പहुंचेंगे നിങ്ങൾ എങ്ങനെ അവിടെ എത്തുക? ബച്ചേനെ ജവാബ് ദിയ അങ്ങനെ കുട്ടികൾ ഉത്തരം പറഞ്ഞു. ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. ഹം കിസി തരഹ് പहुंच जाएंगे ഞങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും. ഞങ്ങൾ കിസി തരഹ് എങ്ങനെയെങ്കിലും പहुंच जाएंगे അവിടെ എത്തിച്ചേരും. ഭലേ ഹി ഇസ്മേ ബഹുത് ദിൻ ലഗ് ജായേ എത്ര ദിവസം എടുത്താലും കുഴപ്പമില്ല. ഘർ കപ്പടെ ഭോജൻ और दोस्त सब कुछ है. സോറി, ഒരു മിനിറ്റ്, നമ്മളിവിടെ ഒന്ന് വായിക്കാൻ വിട്ടുപോയി. അഭിഭാവകോനെ കഹ അങ്ങനെ ഈ ഒരു രക്ഷകർ പറയുകയാണ്, യഹാം ഇവിടെ, തുമാരെ പാസ് നിങ്ങളുടെ അടുത്ത്, ഘർ കപ്പടെ ഭോജൻ ഓർ ദോസ്ത് വീടും വസ്ത്രവും ഭക്ഷണവും കൂട്ടുകാരും, സബ് കുച്ച് ഹേ അങ്ങനെ എല്ലാം ഉണ്ട്. കപ്പടെ എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്ത്രം, ഭോജൻ ഭക്ഷണം, ദോസ്ത് കൂട്ടുകാർ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് വീടും വസ്ത്രവും ഭക്ഷണവും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട്. തുമാരേ ദേശമേ നിങ്ങളുടെ നാട്ടിൽ അഭി ബഹുത് ഗരീബി ഇപ്പോൾ വളരെയധികം ദാരിദ്ര്യവും ഓർ അഭാവ് ഹേ ക്ഷാമവുമായിരിക്കും. ഗരീബി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, അഭാവ് എന്ന് പറഞ്ഞാൽ ക്ഷാമം. അപ്പോൾ നിങ്ങളുടെ നാട്ടിലിപ്പോൾ വളരെയധികം ദാരിദ്ര്യവും ക്ഷാമവും ഒക്കെ ആയിരിക്കും. വഹ തുമ്മെ ഭൂക്കാ രഹ്ന പടേങ്ക അവിടെ നിങ്ങൾക്ക് വിശന്നിരിക്കേണ്ടി വരും. വഹാം അവിടെ തുമ്മെ നിങ്ങൾക്ക് ഭൂക്ക വിശന്നുകൊണ്ട് രഹ്ന പടേങ്ക നിൽക്കേണ്ടി വരും. ഓർ ഖുർദൂരെ ബിസ്തർ പർ സോന പടേങ്ക അതുപോലെ പരുപരുത്ത വിരിപ്പിൽ ഉറങ്ങേണ്ടി വരും. ഖുർദൂരെ എന്ന് പറഞ്ഞാൽ പരുപരുത്ത, ബിസ്തർ വിരിപ്പ്. അപ്പോൾ പരുപരുത്ത വിരിപ്പിൽ നിങ്ങൾക്ക് ഉറങ്ങേണ്ടി വരും. ഫിർ പത്താ നഹി അതുപോലെ അറിയില്ല, തുമാരാ ഘർ ബച്ചാപ്പി ഹേ യാ നഹി നിങ്ങളുടെ വീട് അവിടെ അവശേഷിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന്. തുമാരാ ഘർ നിങ്ങളുടെ വീട്, ബച്ചാപ്പി ഹേ അവിടെ അവശേഷിക്കുന്നുണ്ടോ, യാ അതോ, നഹി അതോ ഇല്ലേ. ഓർ അതുപോലെ തുമാരെ മാതാപിതാ നിങ്ങളുടെ ഉമ്മയും ഉപ്പയും, ജീവിത് ബി ഹേ ജീവിച്ചിരിക്കുന്നുണ്ടോ, യാ അതോ നഹി ജീവിച്ചിരിക്കുന്നില്ലേ അതൊന്നും നമുക്കറിയില്ല. ബച്ചോനെ കഹ അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഫിർ ബി എന്നിരുന്നാലും, ഹം ഘർ ജാനാ ചാഹത്തെ ഹെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു. ഹമേ മാതാപിതാക്കി ബഹുത് യാദ് ആത്തി ഹെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉമ്മയുടെയും ഉപ്പയുടെയും കുറിച്ചിട്ടുള്ള കുറേ ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓർ ഘർ കെ ആംഗൻ മേ ഖടെ സനോബർ കെ പേട് കി ഭി അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൽ നിന്നിരുന്ന ഒരു സനോബർ മരത്തിൻ്റെയും ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓർ ഘർ കെ ആംഗൻ മേ വീടിൻ്റെ മുറ്റത്തിലുള്ള,
ഖടെ അവിടെ നിൽക്കുന്ന സനോബർ കെ പേട് പൈൻ മരത്തിൻ്റെയും ഓർമ്മ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അഭിഭാവകോനെ കഹ, അപ്പോൾ അവർ പറഞ്ഞു, ലേക്കിൻ പക്ഷേ തും കൈ സാൽ സേ, നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അപ്പിനെ ഘർ സേ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ദൂർ ഹോ, ദൂരെയാണ്. ജബ് തും യഹാ ആയേ ഥേ, നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തോ സിർഫ് 8 और 6 साल के थे, ഏകദേശം 8-6 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. തും ജിസ് സടക്ക് സേ ആയേ ഥേ ഉസേ ഭൂൽ ഗയേ ഹോങ്കെ, നിങ്ങൾ ഏത് വഴിയിലൂടെയാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ഇപ്പോൾ മറന്നുപോയി കാണും. തും, നിങ്ങൾ ജിസ് സടക്ക് സേ, ഏത് വഴിയിലൂടെയാണ് ആയേ വന്നിട്ടുള്ളത് എന്നുള്ളത് ഉസേ ഭൂൽ ഗയേ ഹോങ്കെ, നിങ്ങളത് മറന്നു പോയിട്ടുണ്ടാകും. തുമേ യഹ് ബി യാദ് നഹി ഹോങ്ക കി തുമാരാ മാതാപിതാ കൈസേ ദേഖ്തേ ഹേ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും എങ്ങനെയാണുള്ളത് എന്ന് പോലും നിങ്ങളിപ്പോൾ മറന്നു പോയിട്ടുണ്ടാകാം. തുമേ, നിങ്ങൾ യഹ് ബി യാദ് നഹി ഹോങ്ക, നിങ്ങൾക്ക് ഇതും ഓർമ്മയുണ്ടാകില്ല. കി, എന്തെന്നാൽ തുമാരേ മാതാപിതാ, നിങ്ങളുടെ ഉമ്മയും ഉപ്പയും കൈസേ ദേഖ്തേ ഹേ, എങ്ങനെയാണ് കാണപ്പെടുന്നുള്ളത് എന്ന്. ഓർ ഫിർ, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തുമാരാ രാസ്ത കോൻ ബത്തായേങ്ക, നിങ്ങളുടെ വഴി ആരാ പറഞ്ഞു തരിക. തുമാരാ രാസ്ത, നിങ്ങളുടെ വഴികളെല്ലാം കോൻ ബത്തായേങ്ക, ആരാ പറഞ്ഞു തരിക. ബത്തായേങ്ക, പറഞ്ഞു തരിക. ലടുക്കേനെ ജവാബ് ദിയ, അപ്പോൾ ആ ആൺകുട്ടി മറുപടി പറഞ്ഞു, മുझे യാദ് ഹേ, എനിക്ക് ഓർമ്മയുണ്ട്. കി, എന്തെന്നാൽ മേരെ പിതാക്കെ ഘർ കെ സാമനെ, എൻ്റെ ഉപ്പയുടെ വീടിൻ്റെ മുമ്പിലായിട്ട്, സാമനെ എന്ന് പറഞ്ഞാൽ മുമ്പിലായിട്ട്, ഏക്ക് ബഡാസ, ഒരു വലിയ സനോബർ കാ പേട് ഹേ, ഒരു പൈൻമരമുണ്ട്. ഹർ സുബഹ്, എല്ലാ രാവിലെയും, ദോ പ്യാരേ പക്ഷി, 2 പ്രിയപ്പെട്ട പക്ഷികൾ, വഹാം ഗാത്തേ ഹേ, അവിടെ നിന്ന് പാടാറുണ്ടായിരുന്നു. മുझे യഹ് ബി യാദ് ഹേ, എനിക്ക് ഇതും ഓർമ്മയുണ്ട്. കി, എന്തെന്നാൽ രാത്കോ, രാത്രിയിൽ, പേട് കി ശാഖാओं के बीच, മരത്തിൻ്റെ ചില്ലകൾക്കിടയിലൂടെ, ബീച്ച് എന്ന് പറഞ്ഞാൽ ഇടയിലൂടെ, ഏക് ചംകീല താര ദിക്കായി ദേത്താ ഹേ, ഒരു തിളങ്ങുന്ന നക്ഷത്രം കാണപ്പെടാറുണ്ട് എന്നുള്ളതും എനിക്കറിയാം. അഭിഭാവകോനെ കഹ, അപ്പോൾ അഭിഭാവകർ പറഞ്ഞു, ഘർ ലൗട്ടത്തെ ഹുയേ തും മുസീബത്ത് മേ ഹി പടോങ്കെ, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചാൽ നിങ്ങൾ വല്ല ആപത്തിലും പെട്ടുപോകും എന്ന് പറയുകയാണ്. മുസീബത്ത് എന്ന് പറഞ്ഞാൽ ആപത്ത്. ഇസ്കെ ബാവജൂദ്, എന്നിരുന്നാലും, ബച്ചോനെ, കുട്ടികൾ, ഘർ ലൗട്ട്നേക്ക് ജിദ് നഹി ചോടി, വീട്ടിലേക്ക് മടങ്ങുന്നതിനുള്ള ആ ഒരു വാശി ഉപേക്ഷിച്ചില്ല. ജിദ് എന്ന് പറഞ്ഞാൽ വാശി, ആ ഒരു ആവശ്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്നെ ദേശ്, തങ്ങളുടെ നാടും, ഓര് മാതാപിതാ, അതുപോലെ അവരുടെ ഉമ്മയും ഉപ്പയും, ഭൂൽന ഉൻകെ ലിയെ അസംഭവ ഹോ, അതൊക്കെ അവർക്ക് മറക്കുക എന്നുള്ളത് വളരെ അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉൻകി രാത്തോം കി നീന്ത് ഉടുകൈ, അവരുടെ രാത്രികളിലുള്ള ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടു. ഉടുകൈ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു. രാത്കോ, രാത്രിയിൽ, ബായി ബഹൻ സേ പൂछता, സഹോദരൻ സഹോദരിയോട് ചോദിച്ചു, ക്യാ തും സോ രഹി ഹോ, നീ ഉറങ്ങുകയാണോ. ബഹൻ കഹത്തി, അപ്പോൾ സഹോദരി പറഞ്ഞു, നഹി, അല്ല. മുझे ഘർ കി യാദ് ആ രഹി ഹേ, എനിക്ക് വീടിൻ്റെ ഓർമ്മകളൊക്കെ വരികയാണ്. ബഹൻ ബായി സേ പൂछती, അപ്പോൾ സഹോദരി സഹോദരനോട് ചോദിച്ചു, ക്യാ തും സോ രഹേ ഹേ, എന്താ നീ ഉറങ്ങുകയാണോ. അപ്പോൾ ബായി കഹത്ത, അപ്പോൾ സഹോദരൻ പറഞ്ഞു, നഹി, ഞാനും ഉറങ്ങുകയില്ല. മേ ഘർ കെ ബാരെ മേ സോച്ചാ രഹാ ഹോ, ഞാൻ വീടിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദോനോനെ തൈ കിയ, അങ്ങനെ 2 പേരും നിശ്ചയിച്ചു. തൈ കർണ എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ തൈ എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുക. കി, എന്തെന്നാൽ, ഏക് ദിൻ, ഒരു ദിവസം, ചുപ്കെ, മിണ്ടാതെ, ചുപ്കെ സേ, മിണ്ടാതെ, ഭാഗ് ചലെ, ഓടിക്കളയണമെന്ന്, കബീന കബി ഘർ മിലി ഹി ജായേങ്ക, എങ്ങനെയെങ്കിലും നമ്മുടെ വീട് നമുക്ക് കിട്ടും. ഏക് രാത്, ഒരു രാത്രി, ജബ് ആസ്മാൻ മേ, എപ്പോഴാണോ ആകാശത്ത്, ചാന്ദ് ചമക് രഹാ ഥാ, ചന്ദ്രൻ തിളങ്ങുന്നുണ്ടായിരുന്നത്, ദോനോ ബച്ചോനെ അപ്പിനെ കുച്ച് കപ്പടെ ഇഖണ്ടാക്കിയെ, അങ്ങനെ 2 കുട്ടികളും ആ ഒരു സമയത്ത് അവരവരുടെ വസ്ത്രങ്ങൾ ശേഖരിച്ചു. ഓർ ചൽപ്പടെ, എന്നിട്ട് അവിടെ നിന്നും പുറപ്പെട്ടു. ഇഖണ്ട എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക. ചാന്ദ് കി രോഷിനി, ചന്ദ്രൻ്റെ തിളക്കം. അപ്പോൾ ചാന്ദ് കി രോഷിനി മേ, ചന്ദ്രൻ്റെ തിളക്കത്തിൽ, രാസ്ത ദിക്കായി ദേ രഹാ ഥാ, വഴി കാണുന്നുണ്ടായിരുന്നു.
അതായത് അവർക്ക് പോകാനുള്ള വഴി ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ അവർക്ക് കാണുന്നുണ്ടായിരുന്നു. കുച്ചു ദൂർ ചെൽനെ പർ ബഹൻ ബോലി. അങ്ങനെ കുറച്ച് ദൂരം നടന്നപ്പോൾ സഹോദരി ചോദിച്ചു, ബായ് സഹോദര, ലഗത്താ എനിക്ക് തോന്നുന്നു ഹം കഭി ഘർ നഹി പहुंच പായേങ്ക, നമ്മൾ ഒരിക്കലും വീട്ടിലേക്ക് എത്തപ്പെടുകയില്ല എന്ന്. ബായിനെ കഹ. അപ്പോൾ സഹോദരൻ പറഞ്ഞു, ചലോ നടക്ക്, ഹം ഉത്തർ പശ്ചിം ദിക്ഷാക്കി ഓർ ചലത്തെ ഹെ, നമുക്ക് ഉത്തർ പശ്ചിം ദിക്ഷയിലേക്ക് നടക്കാം. മുജെ ഉമ്മീദ് ഹെ, എനിക്ക് പ്രതീക്ഷയുണ്ട്. കി എന്തെന്നാൽ ഹം ജറൂർ സനോബർ കെ പേട്, നമ്മൾ തീർച്ചയായും ആ ഒരു സനോബറിൻ്റെ മരവും ഓര് താരേ കെ പാസ്, ആ ഒരു നക്ഷത്രത്തിൻ്റെയും അടുത്ത് പहुंच പായേങ്ക എത്തിച്ചേരുമെന്ന്. ഉസ് പേട് കെ ബീച്ച്, ആ ഒരു മരത്തിനിടയിലായിട്ട് താര ദിഖായി ദേങ്ക, ഒരു നക്ഷത്രം എന്തായാലും കാണപ്പെടും. തോ സംജാന കി, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? കി എന്തെന്നാൽ ഘർ ആ ഗയാ ഹേ, നമ്മുടെ വീട് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ദോനോം ബച്ചെ ഹിമ്മത്ത് കെ സാത്ത് ആകെ ബഡ്തേ ഗയേ. അങ്ങനെ രണ്ട് കുട്ടികളും വളരെ ധൈര്യത്തോടു കൂടെ മുന്നോട്ട് നീങ്ങി. ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ധൈര്യം. ലഡ്കേനെ അപ്പനി ഓർ ബഹൻ കി രക്ഷാ കെ ലിയേ बलूत के एक पेड़ से एक अच्छी सी टहनी तोड़कर अपने पास रख ली. ആ ഒരു ആൺകുട്ടി അവൻ്റെയും അവൻ്റെ സഹോദരിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഓക്ക് മരത്തിൽ നിന്നും ഒരു നല്ലൊരു കൊമ്പ് പറിച്ചുകൊണ്ട് തങ്ങളുടെ അടുത്ത് വെച്ചു. അപ്പോൾ നമുക്കൊന്നുകൂടെ ആ ഒരു ഭാഗം ഒന്ന് പറയാം. ലഡ്കേനെ, ആ ഒരു ആൺകുട്ടി, അപ്പനി ഓർ ബഹൻ കി രക്ഷാക്കേലിയെ, അവൻ്റെയും അവൻ്റെ സഹോദരിയുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, കേലിയെ എന്ന് പറഞ്ഞാൽ വേണ്ടിയിട്ട്, ബലൂത്ത് കെ ഏക്ക് പേട്, ബലൂത്ത് കെ ഏക്ക് പേട് എന്ന് പറഞ്ഞാൽ ഓക്ക് മരം, സേ അതിൽ നിന്നും, ഏക്ക് ഒരു, അച്ചീസി നല്ല, ടെഹനി ഒരു കൊമ്പ്, തോടുക്കർ പൊട്ടിച്ചിട്ട്, അപ്പിനെ പാസ് രഖ്ലി തങ്ങളുടെ അടുത്ത് വച്ചു. ചെൽത്തെ ചെൽത്തെ അങ്ങനെ നടന്ന് നടന്ന്, ഏക് ദിൻ ഒരു ദിവസം, വേ ഏക്ക് ചൗരാഹെ പർ പहुंचे, അവരൊരു ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. ചൗരാഹെ എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ. ഉനെ പത്താ നഹീദ, അവർക്ക് അറിയില്ലായിരുന്നു. കി എന്തെന്നാൽ, ആകെ കോൻ സാ രാസ്താലേ, ഇനി മുന്നോട്ട് ഏതൊരു വഴിയിലൂടെയാണ് പോകുക എന്നുള്ളത്. ഉനെ അവർക്ക് പത്താ നഹീദ, അറിയില്ലായിരുന്നു. കി എന്തെന്നാൽ, ആകെ ഇനി മുന്നോട്ട്, കോൻസ ഏതൊരു രാസ്താലെ ഏതൊരു വഴിയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവർക്ക് അറിയില്ലായിരുന്നു. കാരണം അവരിപ്പോൾ എവിടെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത്? അവരിപ്പോൾ എത്തിയിട്ടുള്ളത് ഒരു ചൗരാഹയിലാണ്. ചൗരാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജംഗ്ഷനിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ജംഗ്ഷനിൻ്റെ പ്രത്യേകത എന്താണ്? ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പല വഴിയിലൂടെയും നമുക്ക് വഴികൾ കാണിക്കും. അപ്പോൾ ഏത് വഴിയിലൂടെയാണ് പോകേണ്ടത് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പോൾ ഇത് പാർട്ട് 1 ക്ലാസ്സാണ്. നമ്മൾ പാർട്ട് 2 ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി പറയുന്നതാണ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള വീണ്ടും കൂടുതൽ ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി.